ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ ഡേ 4 ഓഫ് ട്രേഡിംഗ് ചലഞ്ചാണ്. നമ്മളിന്ന് എടുക്കുന്ന പോലെ നിഫ്റ്റിയിൽ തന്നെയാണ് ഇന്ന് ട്രേഡ് എടുക്കുന്നത്. നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇന്നലെയൊക്കെ പി സൈഡായിരുന്നു എടുത്തത്, പുട്ട് സൈഡായിരുന്നു എടുത്തിരുന്നത്. ഇന്ന് ഞാൻ കോൾ സൈഡാണ് ട്രേഡ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റ് താഴേക്കാണല്ലോ വന്നിട്ടിരിക്കുന്നത്. നിഫ്റ്റി താഴേക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. 100-150 പോയിൻ്റ് വെച്ച് ഇറങ്ങിയായിരുന്നു. ഇന്ന് മേലോട്ട് കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എപ്പോഴും ചെയ്യുന്ന പോലെ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും 40 പോയിൻ്റ് ടാർഗറ്റും അതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ കുറച്ച് ടാർഗറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ സ്റ്റോപ്പ് ലോസും കുറച്ച് വെക്കേണ്ടി വരും. അപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് വന്ന് ഹിറ്റാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് വീക്ക്ലി എക്സ്പയറിയുടെ നിഫ്റ്റി ഓപ്ഷൻസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 20 പോയിൻറ്റ്സ് എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. കാരണം സൈഡ് വേസ് അടിക്കുന്ന ദിവസം എങ്ങനെയായാലും പ്രീമിയം ഡി കെ ആവും. ആ സമയത്ത് ഈസി ആയിട്ട് വന്ന് ഹിറ്റ് ചെയ്യും 20 പോയിൻറ്റ്സിന് കുറവാണെങ്കിൽ. അതുകൊണ്ട് മാക്സിമം നമ്മൾ 20 പോയിൻറ്റ്സ് എങ്കിലും വെക്കാൻ നോക്കണം. ഇന്നും 0.5 ഡെൽറ്റയുള്ള അഡ്ഡമണി ഓപ്ഷനാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എക്സ്ട്രൻസിക് വാല്യൂ കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒരാഴ്ചത്തെ എക്സ്പയറി ആണല്ലോ, അടുത്ത ചൊവ്വാഴ്ചയാണ് എക്സ്പയറി. 9th ഡിസംബർ 25,900 കോൾ ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുന്നു. സമയം ഇത്രയായുള്ളൂ, 10 മണി, ഏകദേശം 10-15 അടുത്ത് നമ്മളെടുത്ത ട്രേഡാണ്. ഇപ്പോൾ ഏതാണ്ട് 11-11:30 ആ സമയമായിട്ടുണ്ട്. ഏകദേശം നിഫ്റ്റി 25,9078 ആ റേഞ്ചിൽ നിന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്ന 25,925 വരെയായി. എന്നിട്ടും പ്രീമിയം അധികം കയറിയിട്ടില്ല. പ്രീമിയത്തിൽ അത്യാവശ്യം ഡി കെ നടന്നിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 205 ആണ്, 205, അതായത് 40 പോയിൻ്റ്. 165 എൻട്രി എടുത്തത്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ കൂടുതൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെ റിസ്ക് റിവാർഡെന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോ ആണല്ലോ. അതിൽ 1:1 റേഷ്യോ, അതായത് 20 പോയിൻറ്റ്സ് നമുക്ക് അപ്പ് കിട്ടിയാൽ, പ്രോഫിറ്റ് ആയാൽ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പതിയെ ഒരു 10 പോയിൻ്റ് ട്രെയിൽ ചെയ്യും. അത് ഹിറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം 20 പോയിൻറ്റ്സ് എബോവ് നിൽക്കുമ്പോഴാണ് നമ്മൾ 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത്. അതായത് അപ്പോഴും 30 പോയിൻറ്റ്സോളം ഡിഫറൻസ് വരും വന്ന് ഹിറ്റ് ചെയ്യാൻ. ഒരു കണക്കുകൂട്ടലിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ 20 പോയിൻറ്റ്സ് എബോവ് കയറുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് നമ്മളൊരു 10 പോയിൻറ്റ്സ് കയറ്റി വെക്കാനുള്ള പ്ലാനാണ്. ഏകദേശം 1,200-1,300 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ 20 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1,500 പ്രോഫിറ്റ് കാണിക്കും. ഏകദേശം 20 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു 10 പോയിൻറ്റ്സ് കയറ്റി വെക്കാം. കാരണം അപ്പോഴും ഒരു 30 പോയിൻ്റ് ഡിഫറൻസ് വരുമല്ലോ. അതൊരു മാർക്കറ്റ് ട്രെൻഡി ആണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം 20 പോയിൻറ്റ്സ് കയറിയിട്ടാണ് നമുക്ക് ഈ ക്യാൻഡിലൂടെ നിൽക്കുമോ നോക്കാം. ഈ ക്യാൻഡിൽ നിന്നാൽ നമുക്ക് കയറ്റി വെക്കാം. ക്ലോസിങ് നോക്കാം. ഇപ്പോൾ വരുന്ന ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഓക്കെ, ഏകദേശം 1,500 വരുന്നുണ്ട്. 20 പോയിൻറ്റ്സ് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് 10 പോയിൻറ്റ്സ് കയറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഹിറ്റായാലും പ്രശ്നമില്ല. ഒരു 750 സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുള്ളൂ. നമ്മളിന്നൊരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാൽ 750 റുപ്പീസ് അതേ നോക്കുന്നുള്ളൂ. മാർക്കറ്റ് ഇത്രയും കയറിയിട്ട് ഇനി ഇറങ്ങി വന്ന് ഹിറ്റായാലും നമുക്കത് വിട്ടേക്കാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ.
കാരണം നമ്മുടെ പ്രാക്ടീസ് കറക്റ്റാണ്. ഇങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നതും നമ്മൾ ആ സെറ്റപ്പിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. എല്ലാ ദിവസവും 40 പോയിൻ്റാണ് നമ്മൾ ടാർഗറ്റ് നോക്കുന്നത്. അല്ലെങ്കിൽ ഏകദേശം 1600 1700 വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല. കാരണം നമ്മൾ 40 പോയിൻറ്റ്സാണ് പ്രോഫിറ്റ് വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അത്രയും കയറിയിട്ടാണ് ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇത് ഹിറ്റായാലും നമുക്ക് ആ ലോസ് സഹിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ലിമിറ്റിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഏകദേശം മാർക്കറ്റ് നല്ലൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ചതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായത്. 746 റുപ്പീസ് ഒരു ലോട്ടിൽ നഷ്ടമായിട്ടുണ്ട്. വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല, ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ. ഇത് ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ്. നമ്മളെടുത്ത ഓപ്ഷൻസ് 20 പോയിൻറ്റ്സിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അത് ഹിറ്റാവാതെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായതിന്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം നമ്മളൊരു സെറ്റപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു.